ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് യൂണിറ്റ് 4 നോക്കാം. ദ ലോസ്റ്റ് ചൈൽഡ്. ദ സമ്മർ ഫെയർ. ഇറ്റ് വാസ് എ സമ്മർ ഫെയർ. People walked to the fair ground through the narrow lane. Some of them walked and some rode on horses. Some others came on burlap carts. Little boy ran around his father. He was fascinated by toys and stopped to have a close look at them. "Come, child, come," called his father. He hurried to his parents. "I want that toy," he pleaded. His father looked at him red eyed. The boy walked away sadly with his parents. ഓക്കെ, ഇന്ന് ഇതിൻ്റെ അകത്ത് എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ദ ലോസ്റ്റ് ചൈൽഡ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ലോസ്റ്റ് ചൈൽഡ് പറഞ്ഞാൽ കാണാതായ കുട്ടി. അതെന്താണ് സംഭവം എന്ന് നമുക്ക് ഇതിൽ നോക്കാം. കുട്ടിയെ കാണാതായിരിക്കുകയാണ്, പക്ഷേ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം. ദ സമ്മർ ഫെയർ, മക്കൾക്കറിയാം സമ്മർ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഓണം ഫെയർ വരും, റംസാൻ, അങ്ങനെയൊക്കെ ആ ഒരു സീസണിലൊക്കെ നമുക്ക് വെക്കേഷനിലൊക്കെ സമ്മർ വെക്കേഷനിലൊക്കെ സമ്മർ ഫെയർ വരും. എല്ലാവരും പോയിട്ടുണ്ടാവും. അതുപോലെ ഒരു ഫെയർ ഉണ്ട്. ഒരു ഫെയർ ആയിട്ടുള്ള ഫെയർ ഡേ ആണ്. ഒരു കുട്ടി പേരൻസിൻ്റെ കൂടെ, നിങ്ങളൊക്കെ പോകുന്നത് പോലെ പേരൻസിൻ്റെ കൂടെ ഫെയർ കാണാൻ പോയി. പൊതുവേ ഫെയറിലൊക്കെ നല്ല തിരക്കുണ്ടാവും. നമ്മൾ പേരൻസിൻ്റെ കുഞ്ഞു മക്കളൊക്കെ പാരൻസിൻ്റെ കൈയും പിടിച്ചിട്ട് തന്നെ നടക്കണം, അതല്ലെങ്കിൽ അവർ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇറ്റ് വാസ് എ സമ്മർ ഫെയർ. ഇത് സമ്മർ ഫെയർ ആണ്, അതായത് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമുള്ള ഫെയർ. പീപ്പിൾ വാക്ക് ടു ദ ഫെയർ ഗ്രൗണ്ട് ത്രൂ ദ നാരോ ലെയിൻ. ഒരു നേരിയ ഒരു ലെയിൻ, അതായത് വഴിയിലൂടെ പീപ്പിൾ ഇങ്ങനെ എല്ലാ ജനങ്ങളും അത് ഒരുപോലെ നടക്കും, നമ്മൾ സാധാരണ പോകാറുള്ളത് പോലെ. സം ഓഫ് ദം വാക്ക്ഡ് ആൻഡ് സം റോഡ് ഓൺ ഹോഴ്സ്. അത് ചിലവർ നടന്നു പോയി, ചില ആൾക്കാർ കുതിരയുടെ മുകളിൽ കയറിയിട്ടാണ് പോകുന്നത്. സം അതേഴ്സ് കീം ഓൺ ബുള്ളറ്റ് കാർട്സ്. ബുള്ളറ്റ് കാർട്സ് എന്ന് പറഞ്ഞാൽ കാളവണ്ടി. കാളയുടെ പിന്നിൽ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടായിട്ട് അതിൻ്റെ പോകുന്നതാണ് ബുള്ളറ്റ് കാർട്സ് എന്ന് പറയും. എ ലിറ്റിൽ ബോയ് റാൻ അറൗണ്ട് ഹിസ് ഫാദർ. ഒരു കുട്ടി, അതായത് ബോയ്. ആ ബോയ് റാൻ അറൗണ്ട് ഹിസ് ഫാദർ. അത് ആ കുട്ടിയും അച്ഛൻ്റെ കൂടെയാണ് വന്നത്. അവരിങ്ങനെ ചുറ്റും നടന്നത്, തുള്ളിച്ചാടി ചുറ്റുമുള്ള ഇതൊക്കെ ആസ്വദിച്ചിട്ടാണ് ആ കുട്ടി പോകുന്നത്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ്. പൊതുവേ നമ്മൾ കാണാറുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഒരുപാട് ടോയ്സും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം മക്കൾക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു അതിശയമായിരിക്കും, അത് വേണം ഇത് വേണം. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ് ആൻഡ് സ്റ്റോപ്പ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദെം. ഓരോ ഷോപ്പ് കാണുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് അത് നോക്കി, ആ കുട്ടി നോക്കി നിന്നു. "കം ചൈൽഡ് കം." അപ്പോൾ അച്ഛൻ, പൊതുവേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറ്, മക്കളെല്ലാം അവിടെ ഇവിടെ നോക്കി നിൽക്കും, പക്ഷേ അച്ഛനും അമ്മയും വാ വേഗം പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹി ഹറി ടു ഹിസ് പാരൻസ്. "ഐ വോണ്ട് ദറ്റ് ടോയ്," ഹി പ്ലീഡഡ്. ഒരു ടോയ് കണ്ടപ്പോൾ ആ ബോയ് എന്ത് പറയും? പ്ലീഡഡ്. അവരോട് ഇങ്ങനെ ബെഗ് ചെയ്യാതെ എനിക്ക് വാങ്ങിത്തരുമോ പ്ലീസ് എന്നുണ്ട്. ഹിസ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഹിം റെഡ് ആയിട്ട്. അപ്പോഴെന്താണ് പാരൻസ് ചിലപ്പോൾ വാങ്ങിത്തരും, അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവരിങ്ങനെ കണ്ണ് മൊയ്ക്കും അല്ലേ, കണ്ണൊക്കെ റെഡായിട്ട് അച്ഛൻ നോക്കി പേടിപ്പിച്ചു. ദ ബോയ്, അത് കണ്ടപ്പോഴേ ബോയ്ക്ക് പേടിയായി. ബോയ് വാക്ക്ഡ് അവേ സാഡ്ലി വിത്ത് ഹിസ് പാരൻസ്. അവരുടെ പാരൻസിൻ്റെ കൂടെ മെല്ലനെ നടന്ന് നീങ്ങി. ഇതാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഇതിനകത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ട്. ഫാസിനേറ്റഡ്, ഹറീഡ്, പ്ലീഡഡ്. ഓക്കെ.